ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശ്രീലത. പ്രധാന വാർത്തകൾ. അതിജീവനത്തിന്റെ പാതയിൽ വയനാട്. ദുരിതബാധിത പ്രദേശത്തെ സ്കൂളുകൾ സെപ്റ്റംബർ 2 തുറക്കുമെന്ന് മന്ത്രി കെ രാജൻ. ദുരിതാശ്വാസ ക്യാമ്പുകൾ ഇന്നത്തോടെ അവസാനിക്കുമെന്നും മന്ത്രി. ചലച്ചിത്ര മേഖലയിലെ വിഷയത്തിൽ തെറ്റ് ആര് ചെയ്താലും സംരക്ഷിക്കില്ലെന്ന് മന്ത്രി സജി ചെറിയാൻ. സർക്കാർ വേട്ടക്കാർക്കൊപ്പമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. പ്രവർത്തനമില്ലാത്ത കശുവണ്ടി ഫാക്ടറികളിലെ തൊഴിലാളികൾക്ക് ഓണക്കാലത്ത് 2000 രൂപ അനുവദിച്ചതായി മന്ത്രി കെ എൻ ബാലഗോപാൽ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 113ാം പതിപ്പ് നാളെ. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കുന്നതായി ഇന്ത്യൻ ഓപ്പണിംഗ് ബാറ്റർ ശിഖർ ധവാൻ. വാർത്തകൾ വിശദമായി. വയനാട്ടിലെ ദുരന്തബാധിത പ്രദേശത്തെ സ്കൂളുകൾ സെപ്റ്റംബർ 2 തുറക്കുമെന്ന് മന്ത്രി കെ രാജൻ. അന്ന് പ്രത്യേക പ്രവേശനോത്സവം നടത്തും. സെപ്റ്റംബർ 3 മുതൽ അധ്യയനം തുടങ്ങും. വിദ്യാർത്ഥികൾക്ക് മാത്രമായി 3 KSRTC ബസ്സുകൾ സർവീസ് നടത്തുമെന്നും യാത്രാ പാസ് അനുവദിക്കുമെന്നും മന്ത്രി പറഞ്ഞു. ദുരിതാശ്വാസ ക്യാമ്പുകൾ ഇന്നത്തോടെ പൂർണ്ണമായി അവസാനിക്കും. കേന്ദ്രത്തിനു മുന്നിൽ ദുരന്തത്തിലെ നാശനഷ്ടങ്ങളെക്കുറിച്ചടക്കം ഈ മാസം 18-ന് വിശദമായ മെമ്മോറാണ്ടം സമർപ്പിച്ചതായും 1800-233-0221 എന്ന നമ്പറിൽ ദുരിതബാധിതർക്ക് ഏത് സമയത്തും ബന്ധപ്പെടാമെന്നും മന്ത്രി അറിയിച്ചു. സർക്കാർ എന്ന് പറയുന്നത് സർക്കാരിന് മാത്രം വെച്ചുകൊണ്ടല്ല, MLAയും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും പഞ്ചായത്ത് പ്രസിഡന്റും എല്ലാവരും കൂടി ഇടപെട്ട് ഒരു മാസത്തിനുള്ളിൽ നമുക്ക് താൽക്കാലികമൊരു ദിവസം സാധ്യമാക്കി എന്നുള്ള വലിയ ഒരു ഗുണകരമായിട്ടുള്ള കാര്യമുണ്ട്. ചികിത്സ കഴിഞ്ഞ് തിരിച്ചു വരുന്നവർ ആരാണെങ്കിലും അവർക്ക് ആംബുലൻസ്, അവർക്ക് വീട്, അവർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ എല്ലാം ജില്ലാ ഭരണകൂടം തന്നെ ബന്ധപ്പെട്ട ആളുകൾക്ക് വിളിക്കാൻ പറ്റുന്ന ടോൾ ഫ്രീ ആയിട്ടുള്ള നമ്പർ തീരുമാനിച്ചിട്ടുണ്ട്. ഇനി അങ്ങനെ തിരിച്ചു പോരുന്ന 794 ആളുകൾക്ക് ഏതെങ്കിലും വിധത്തിൽ പ്രയാസമുണ്ടെങ്കിൽ അതിൻ്റെ ചുമതല വഹിക്കാൻ ഉദ്യോഗസ്ഥരെ കൂടി ഇന്ന് നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. അസിസ്റ്റന്റ് കളക്ടറെ അക്കാര്യത്തിൽ പ്രത്യേകമായ ചുമതല. തൊഴിലവസരത്തിന്റെ പുനരേകീകരണമാണ് സംസ്ഥാന സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. ചെയ്തു പരിചയമുള്ള തൊഴിലുകൾക്ക് പുറമെ തൊഴിൽ മേഖലയിൽ പുതിയ സാധ്യതകൾ കണ്ടെത്താനും ഉൾപ്പെടുത്താനും സാധിക്കണമെന്നും മന്ത്രി പറഞ്ഞു. അതിനിടെ മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തം അതിജീവിച്ചവരുടെ പുനരധിവാസം ഒരുക്കാൻ സാങ്കേതിക വിദഗ്ധരുടെ നിർദ്ദേശവും അഭിപ്രായവും സ്വീകരിക്കുമെന്ന് ചീഫ് സെക്രട്ടറി വി വേണു പറഞ്ഞു. അതേസമയം ദുരന്തബാധിതരായ ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാല വിദ്യാർത്ഥികൾക്കുള്ള സാമ്പത്തിക സഹായവും പഠന സാമഗ്രികളും ഇന്ന് വിതരണം ചെയ്യും. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തബാധിത പ്രദേശത്തെ വിദ്യാർത്ഥികൾക്ക് ഫീസില്ലാതെ പഠിക്കുന്നതിന് ഈ അധ്യയന വർഷം തന്നെ സീറ്റുകൾ അനുവദിക്കാൻ കണ്ണൂർ സർവകലാശാല സിൻഡിക്കേറ്റ് യോഗം തീരുമാനിച്ചു. പുനഃസംഘടിപ്പിക്കപ്പെട്ട കണ്ണൂർ സർവകലാശാല സിൻഡിക്കേറ്റിന്റെ പ്രഥമ യോഗത്തിലാണ് തീരുമാനം. വൈസ് ചാൻസലറുടെ നേതൃത്വത്തിൽ സർവകലാശാല ആസ്ഥാനത്ത് വെച്ച് ചേർന്ന യോഗത്തിൽ UG PG പ്രോഗ്രാമുകളിൽ ഇതിനാവശ്യമായ സൂപ്പർ ന്യൂമററി സീറ്റുകൾ അനുവദിക്കുന്നതിനും തീരുമാനമായി. ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്തിനെതിരെ ബംഗാളി നടി ശ്രീലേഖ മിത്ര ഉന്നയിച്ച ആരോപണം തെളിഞ്ഞാൽ നടപടി ഉറപ്പെന്ന് മന്ത്രി സജി ചെറിയാൻ. ആരോപണത്തിൽ തെറ്റ് ആര് ചെയ്താലും സർക്കാർ സംരക്ഷിക്കില്ലെന്നും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. സർക്കാർ ഇരയ്ക്കൊപ്പമാണെന്നും വേട്ടക്കാർക്കൊപ്പമല്ലെന്നും കുറ്റം ചെയ്യുന്നവർക്കെതിരെ വിട്ടുവീഴ്ചയുണ്ടാകില്ലെന്നും മന്ത്രി നേരത്തെ ചെങ്ങന്നൂരിൽ പ്രതികരിച്ചിരുന്നു. ബംഗാളി നടിയുടെ ആരോപണത്തിൽ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്ത് സ്ഥാനമൊഴിയണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. സർക്കാർ വേട്ടക്കാരനൊപ്പമാണെന്നും അദ്ദേഹം ആരോപിച്ചു. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പൂഴ്ത്തിവെക്കാൻ സർക്കാർ കൂട്ടുനിന്നു. റിപ്പോർട്ടിലെ കാര്യങ്ങൾ അന്വേഷിച്ച് നിജസ്ഥിതി പുറത്തു കൊണ്ടുവരണം. മന്ത്രിസ്ഥാനത്തിരിക്കാൻ സജി ചെറിയാൻ യോഗ്യനല്ലെന്നും പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. സിനിമാ മേഖല കാലങ്ങളായി അധമമായ അധികാരം നിലനിൽക്കുന്ന മേഖലയാണെന്ന് മന്ത്രി ആർ ബിന്ദു. സർക്കാരിന് സ്ത്രീകളുടെ കാര്യത്തിൽ പോസിറ്റീവ് നിലപാടാണുള്ളതെന്നും അവർ പറഞ്ഞു. രഞ്ജിത്തിനെതിരായ ആരോപണത്തിലെ നിജസ്ഥിതി പരിശോധിക്കണം. ജസ്റ്റിസ് ഹേമ കമ്മിറ്റി മുന്നോട്ടുവച്ച നിർദ്ദേശങ്ങൾ സർക്കാർ നടപ്പാക്കുമെന്നും മന്ത്രി പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് നാളെ രാവിലെ 11 മണിക്ക്. മൻ കി ബാത്തിന്റെ 113ാം പതിപ്പാണിത്. ആകാശവാണിയിലും ദൂരദർശനിലും പരിപാടി തത്സമയം ലഭ്യമാകും. ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40-ന് പ്രക്ഷേപണം ചെയ്യുന്നതാണ്. ഇന്ന് 6:30-ന്റെ പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാവുന്നതാണ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്നും. പ്രവർത്തനമില്ലാത്ത കശുവണ്ടി ഫാക്ടറികളിലെ തൊഴിലാളികൾക്ക് ഓണക്കാലത്ത് 2000 രൂപ വീതം സമാശ്വാസ വേതനം അനുവദിച്ചതായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ. അരി വിതരണത്തിനായി തൊഴിലാളിക്ക് 250 രൂപ വീതവും അനുവദിച്ചു.
3.30 കോടി രൂപയാണ് ലഭ്യമാക്കിയത്. ഇതോടെ ഓരോ തൊഴിലാളിക്കും ഓണക്കാലത്ത് സർക്കാരിൽ നിന്ന് 2250 രൂപയുടെ ധനസഹായം ഉറപ്പായി. ഒരു വർഷത്തിലേറെയായി പ്രവർത്തനമില്ലാത്ത 398 ഫാക്ടറികളിലെ 14,647 തൊഴിലാളികൾക്കാണ് സർക്കാർ സഹായം ലഭിക്കുന്നത്. സപ്ലൈകോ വഴി നടത്തുന്ന നെല്ല് സംഭരണ പദ്ധതിയുടെ 2024-25 ഒന്നാം വിള സീസണിലെ ഓൺലൈൻ കർഷക രജിസ്ട്രേഷൻ നാളെ ആരംഭിക്കും. താൽപര്യമുള്ള കർഷകർ www.supplycopadi.in എന്ന വെബ്സൈറ്റ് സന്ദർശിച്ച് രജിസ്ട്രേഷൻ നടത്തണം. കൂടുതൽ വിവരങ്ങൾ വെബ്സൈറ്റിൽ ലഭ്യമാണ്. ഓണത്തോടനുബന്ധിച്ച് കണ്ണൂരിൽ കൈത്തറി പ്രദർശന വിപണന മേളയ്ക്ക് ഇന്ന് തുടക്കമാകും. പോലീസ് മൈതാനിയിലാണ് മേള ഒരുക്കുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ. കണ്ണൂർ പോലീസ് മൈതാനിയിൽ ഒരുക്കുന്ന മേളയിൽ കേരളത്തിലെ പ്രമുഖ കൈത്തറി സംഘങ്ങൾ ഹാൻഡെക്സ്, ഹാൻവീവ് എന്നിവയ്ക്ക് പുറമെ സംസ്ഥാനത്തെയും സംസ്ഥാനത്തിന് പുറത്തെയും കരകൌശല സംഘങ്ങൾ ഉൾപ്പെടെ 60ലധികം സ്റ്റാളുകൾ ഉണ്ടാവും. കേന്ദ്ര ടെക്സ്റ്റൈൽസ് മന്ത്രാലയത്തിന്റെ സാമ്പത്തിക സഹായത്തോടെ സംസ്ഥാന കൈത്തറി ഡയറക്ടറേറ്റ്, ജില്ലാ വ്യവസായ കേന്ദ്രം, ജില്ലാ കൈത്തറി വികസന സമിതി എന്നിവ ചേർന്നാണ് മേള ഒരുക്കുന്നത്. കൈത്തറി മുണ്ടുകൾ, ബെഡ്ഷീറ്റുകൾ, പട്ടുസാരികൾ എന്നിവയ്ക്ക് പുറമെ വിവിധയിനം കൈത്തറി കരകൌശല ഉൽപ്പന്നങ്ങൾ 20% റിബേറ്റിൽ ലഭ്യമാവും. ഇത്തവണ 10 കോടിയുടെ വിൽപ്പനയാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്ന് വൈകുന്നേരം മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി കൈത്തറി മേള ഉദ്ഘാടനം ചെയ്യും. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കുന്നതായി ഇന്ത്യൻ ഓപ്പണിംഗ് ബാറ്റർ ശിഖർ ധവാൻ സമൂഹമാധ്യമത്തിൽ പങ്കുവച്ച വീഡിയോയിലൂടെയാണ് ക്രിക്കറ്റിന്റെ എല്ലാ ഫോർമാറ്റുകളിൽ നിന്നും ധവാൻ വിരമിക്കൽ പ്രഖ്യാപിച്ചത്. 2022 ഡിസംബറിൽ ബംഗ്ലാദേശിനെതിരെയാണ് ധവാൻ അവസാനമായി ഇന്ത്യയ്ക്കായി ഏകദിന മത്സരം കളിച്ചത്. 2010 മുതൽ 2022 വരെ 34 ടെസ്റ്റുകളിലും 167 ഏകദിനങ്ങളിലും 68 2020യിലും ധവാൻ ഇന്ത്യയെ പ്രതിനിധീകരിച്ചിട്ടുണ്ട്. രാജ്യാന്തര കരിയറിൽ 24 അന്താരാഷ്ട്ര സെഞ്ചുറികളും ധവാന്റെ പേരിലുണ്ട്. ഡ്യൂറൻ കപ്പ് ഫുട്ബോളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് സെമി ഫൈനൽ കാണാതെ പുറത്ത്. ക്വാർട്ടർ ഫൈനലിൽ എതിരില്ലാത്ത ഒരു ഗോളിലായിരുന്നു ബംഗളൂരുവിന്റെ ജയം. ഈ മാസം 27 നടക്കുന്ന സെമിയിൽ ബംഗളൂരു നിലവിലെ ചാമ്പ്യന്മാരായ മോഹൻ ബഗാൻ സൂപ്പർ ജയന്റ്സിനെ നേരിടും. കേരളത്തിൽ അടുത്ത 5 ദിവസം ഇടിയോടുകൂടിയ മഴ തുടരും. ഇന്ന് കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു. സ്വർണ്ണവിലയിൽ വർധന. ഗ്രാമിന് 35 രൂപ വർദ്ധിച്ച് 6,695 രൂപയും പവന് 280 രൂപ വർദ്ധിച്ച് 53,560 രൂപയുമായി. കേരളത്തിലെ സർക്കാർ ആശുപത്രികളിൽ വിവിധ സേവനങ്ങൾക്കുള്ള തുക ഡിജിറ്റലായി അടയ്ക്കാനുള്ള സംവിധാനങ്ങളും ഒരുങ്ങുന്നതായി മന്ത്രി വീണ ജോർജ്. POS മെഷീൻ വഴിയാണ് ഡിജിറ്റലായി പണം അടയ്ക്കുന്നതിനുള്ള സംവിധാനം ഒരുക്കുന്നത്. ഹെൽത്ത് പദ്ധതി നടപ്പിൽ വരുത്തിയിട്ടുള്ള താലൂക്ക് ആശുപത്രികൾ മുതൽ മെഡിക്കൽ കോളേജുകൾ വരെയുള്ള എല്ലാ സർക്കാർ ആശുപത്രികളിലും ആദ്യഘട്ടത്തിൽ നടപ്പിലാക്കും. കോൺവൊക്കേഷൻ ചടങ്ങുകൾക്കായി പുതിയ ഡ്രസ് കോഡ് രൂപകൽപ്പന ചെയ്യാൻ എല്ലാ കേന്ദ്ര സർക്കാർ ആശുപത്രികളോടും മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകളോടും കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം ആവശ്യപ്പെട്ടു. ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനത്തെ പ്രാദേശിക പാരമ്പര്യങ്ങളെ അടിസ്ഥാനമാക്കി കോൺവൊക്കേഷൻ ചടങ്ങിന് അനുയോജ്യമായ ഇന്ത്യൻ ഡ്രസ് കോഡ് രൂപകൽപ്പന ചെയ്യാൻ മന്ത്രാലയം ഇൻസ്റ്റിറ്റ്യൂട്ടുകൾക്ക് നിർദ്ദേശം നൽകി. കീടനാശിനികളുടെ ഉപയോഗം കുറയ്ക്കുന്നതിനും കർഷകരുടെ തലത്തിൽ തന്നെ കീടനാശിനികൾ നിയന്ത്രിക്കുന്നതിനുമുള്ള നയങ്ങൾ വികസിപ്പിക്കാൻ മന്ത്രിതല സമിതി രൂപീകരിക്കണമെന്ന് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ സംസ്ഥാനങ്ങളോട് അഭ്യർത്ഥിച്ചു. കാർഷിക രീതികൾ സുരക്ഷിതവും സുസ്ഥിരവുമായി തുടരുക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. ഭക്ഷണത്തിലെ കീടനാശിനികളുടെ അവശേഷിപ്പുകളുമായി ബന്ധപ്പെട്ട ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്ന് ഇത് ഉപഭോക്താക്കളെ സംരക്ഷിക്കുമെന്നും FSSAI അഭിപ്രായപ്പെട്ടു. രാജ്യത്തുടനീളമുള്ള സ്കൂളുകളിലെ കുട്ടികളുടെ സുരക്ഷയും സംരക്ഷണവും ഉറപ്പാക്കുന്നതിനായുള്ള 2021 മാർഗനിർദ്ദേശങ്ങൾ നടപ്പാക്കാൻ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം നിർദ്ദേശം നൽകി. പ്രധാന വാർത്തകൾ വീണ്ടും. അതിജീവനത്തിന്റെ പാതയിൽ വയനാട്. ദുരിതബാധിത പ്രദേശത്തെ സ്കൂളുകൾ സെപ്റ്റംബർ 2 തുറക്കുമെന്ന് മന്ത്രി K രാജൻ. ദുരിതാശ്വാസ ക്യാമ്പുകൾ ഇന്നത്തോടെ അവസാനിക്കുമെന്നും മന്ത്രി. ചലച്ചിത്ര മേഖലയിലെ വിഷയത്തിൽ തെറ്റ് ആര് ചെയ്താലും സംരക്ഷിക്കില്ലെന്ന് മന്ത്രി സജി ചെറിയാൻ. സർക്കാർ വേട്ടക്കാർക്കൊപ്പമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. പ്രവർത്തനമില്ലാത്ത കശുവണ്ടി ഫാക്ടറികളിലെ തൊഴിലാളികൾക്ക് ഓണക്കാലത്ത് 2000 രൂപ അനുവദിച്ചതായി മന്ത്രി KN ബാലഗോപാൽ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 113ാം പതിപ്പ് നാളെ. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കുന്നതായി ഇന്ത്യൻ ഓപ്പണിംഗ് ബാറ്റർ ശിഖർ ധവാൻ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.